ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഡിയർ സബ്സ്ക്രൈബേഴ്സ്, ഗോഡ് ബ്ലസ് യു ഓൾ. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പരിശുദ്ധാത്മാവും ദൈവം എനിക്ക് തന്നത് ഒരു പൗലോസിനെ കുറിച്ചുള്ള ഒരു ദൂതായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ സ്റ്റെഫാനോസിനെ എറിഞ്ഞു കൊല്ലുമ്പോൾ അവനിലേക്ക് നോക്കിയവർ സ്വർഗം കണ്ടു. സ്റ്റെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുമ്പോഴും സ്റ്റെഫാനോസ് സ്വർഗം കണ്ടു. സ്വർഗം കാണുന്ന ദേവപുത്രൻ പിതാവിൻ്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത്. സ്തോത്രം. അതുപോലെ ഒരു ഇവാഞ്ചലിസ്റ്റിനും ഭൂമിയിൽ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സ്റ്റെഫാനോസിനെ, കൊല്ലപ്പെടുന്ന സ്റ്റെഫാനോസിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ പൗലോസ് കാണുന്നത്, പൗലോസിന് മനസ്സിലായി. എന്ന് വെച്ചാൽ ഇവൻ എന്തോ മരിക്കാൻ നേരത്ത് ഇവൻ എന്തോ കാണുന്നുണ്ട്. അപ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ പൗലോസിന് മനസ്സിലായി, ഇവൻ ജീവനുള്ള ദൈവത്തെ അവൻ കാണുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ നമ്മുടെ ശുശ്രൂഷ അങ്ങനെ ആയിരിക്കണം. നമ്മളെ നോക്കുന്നവർ, തിമോഥെയോസിനെ എഴുതിയ ലേഖനത്തിൽ പറയുന്ന പോലെ ക്രിസ്തു യേശുവിനുള്ള അതേ ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. നമ്മളെ കാണുന്നവർ ഇത് നാളെ പറയണം. ഹല്ലേലൂയ. നമ്മൾ നാളെ മരിക്കുമെന്നല്ല, എന്തായാലും നമ്മളെ നോക്കുന്നവർ യേശുവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇത് നമ്മൾ വഴി അത് ഉപകരിക്കണം. സ്തോത്രം. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട ഒരാളല്ല. എത്രയോ നാൾ മുമ്പ് ഞാൻ മരിച്ചു പോകേണ്ടതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു 1-2 മാസം മുമ്പ് ഞങ്ങളൊരു മെഡിക്കൽ കോളേജിൽ ഒരു ചെക്കപ്പിന് പോയപ്പോഴത്തേന് നിരന്തരമായിട്ടുള്ള ചെക്കപ്പായിരുന്നു. ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു നെഫ്രോളജിസ്റ്റ് ഉണ്ട്, ഞങ്ങളുടെ ചർച്ചിൽ വരുന്നതാണ്. അപ്പോൾ ആ നെഫ്രോളജിസ്റ്റാണ് എന്നെ നോക്കുന്നത്. അപ്പോൾ അവരെൻ്റെ കിഡ്നി ടെസ്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴല്ല, അവർക്ക് റിസൾട്ട് കൊടുത്തപ്പോൾ 9.4 ആയിരുന്നു എൻ്റെ ക്രിയാറ്റിൻ ലെവൽ. ഞങ്ങൾ വലിയ പ്രത്യേകിച്ചെന്ന് പറഞ്ഞില്ല. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ചിലപ്പോൾ അന്ന് വിടാം. എന്ന് വെച്ചാൽ എന്നെ അടുത്ത ദിവസം തന്നെ എൻ്റെ രക്തം മുഴുവൻ മാറ്റണം എന്നുള്ള രീതിയിലോട്ട് അവർ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്കാനിങ്ങിനുള്ളൊരു സമയം കിട്ടാഞ്ഞുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അന്ന് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാൻ വിശ്വസിച്ചു, നമ്മളിത് സുവിശേഷം പറയുകയും ഇതൊക്കെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ കോടികൾ വന്ന് വീഴും, ഭൗതികമായ അനുഗ്രഹങ്ങളാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് ആലോചിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. അതുപോലെ നമ്മൾ ഓരോ മൈന്യൂട്ട് സെക്കൻഡിലും ദൈവം നമ്മുടെ ബിഗ് ജൈജാൻറ്റിക് ഗോഡ്, അവൻ അത്രയോ വലിയവനാണ്. അതത്ര നമ്മുടെ ഈ 850 ഗ്രാം തലച്ചോറിൽ ചിന്തിക്കാനാകാത്ത കാര്യങ്ങൾ. ആ പൗലോസ് അപ്പോസ്തലൻ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത കാര്യങ്ങൾ ദൈവം ചെയ്തു തരും. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ സത്യമാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇത് കാണണം. എനിക്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് മുമ്പിൽ വരുമ്പോഴത്തേന് ഒരു സാക്ഷ്യം പറയാൻ എനിക്കുണ്ടാകണം. സ്തോത്രം. എനിക്ക് കോടികളുണ്ടായി എന്നല്ല, അത് ഇതിൻ്റെ കൂട്ടത്തിലുള്ളത്. അത് ആർഡർ ഫോർ മീ, അത് ചേർക്കപ്പെടും. അത് ഞാൻ വിശ്വസിക്കുന്നു. അത് തക്ക സമയത്ത്, റൈറ്റ് ടൈം, പത്രോസ് പറയുന്ന പോലെ തക്ക സമയത്ത് റൈറ്റ് ടൈമിൽ അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവർ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിലിരിക്കുന്നതാണ്. അപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ 2 വൈഫും ഇവിടെ ഇരുന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് യൂട്യൂബ് മുഴുവൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ ഒരാൾ പോലും പറഞ്ഞു, ഞങ്ങൾ പുറത്തുള്ള ഡോക്ടർമാരുടെ അന്വേഷിച്ച് 9.4 എന്ന് പറയുന്ന ലെവല് അത് ഒരു അബ്നോർമലാണ്. സാധാരണ ഒരു മെഡിക്കൽ സയൻസിന് തിരിച്ചു പിടിക്കാൻ ആകാത്ത ആ കണ്ടീഷനിലോട്ട് ഞാൻ പോയി. സ്തോത്രം. യൂട്യൂബിൽ മുഴുവൻ ഞാൻ വലിയ കാര്യം പറയുന്നില്ല, നിങ്ങൾ നോക്കിയാൽ അറിയാം. എൻ്റെ കാര്യം അവിടെ കൊച്ചി മെഡിക്കൽ കോളേജിലെ നെഫ്രോളജിസ്റ്റിനറിയാം. പിന്നെ ഞാൻ പറയുന്നത് അവിടെ തന്നെയുള്ള മരുന്ന് കടകളിലൊക്കെ അറിയാം. എൻ്റെ എല്ലാവരും എന്ന് വെച്ചാൽ 4.1 കഴിഞ്ഞാൽ പിന്നെ ഈ കിഡ്നി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു നോർമൽ സ്ഥിതിയല്ല. അതുപോലത്തെ അവസ്ഥയിൽ യൂട്യൂബ് നോക്കുമ്പോഴത്തേനും ഒന്നും എനിക്ക് ഇനി മുന്നോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ ആയിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു.
നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിന് മുകളിൽ മറ്റൊരു നാമവുമില്ല. അതിനു മുമ്പിൽ വെക്കാൻ പറ്റിയ ലോകത്ത് അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത് പോലെ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മറ്റൊരാൾക്കും കഴിയില്ല. അതുപോലത്തെ ഒരു നാമമാണ് യേശുവിൻ്റെ നാമം. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മളെപ്പോഴും കേൾക്കാറുള്ള പോലെ മരിച്ചതിനെ ജീവിപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തി തരുന്ന ഒരു ദൈവം, അല്ലാതെ ഒരു കുഞ്ഞു ഉണ്ണിയേശു അല്ല നമ്മുടെ ഉള്ളിലുള്ളത്. അത് 1 കൊരിന്ത്യർ 3:16 പറയുമ്പോഴത്തേന് ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇതിനകത്ത് വസിക്കുന്നത് ഇത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെങ്കിൽ അതിനകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് 3 പേരും ഉണ്ട്. സ്തോത്രം. ഇത് ഏക ദൈവമാണ്, ഒരു ദൈവമേ ഉള്ളൂ. അത് നമ്മുടെ ഹൃദയത്തിലുണ്ട്. അവൻ ഇന്ന് ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വലിയ കൈ. ഇന്നിപ്പോൾ ഞങ്ങൾ കേട്ട ഇന്നിപ്പോൾ പാമ്പ് കടിയേറ്റ് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരിയുടെ മരുമകൻ ആശുപത്രിയിൽ. അപ്പോൾ അവർ പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞപ്പോഴത്തേനും ഞാൻ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു കാര്യം, അതായത് ഈ കോടാനുകോടി ഗ്രഹങ്ങളെ സൃഷ്ടിച്ച ദൈവം, സ്തോത്രം, ഹല്ലേലൂയ. കോടാനുകോടി ഗ്രഹങ്ങളല്ല, ഒരു ഗാലക്സിയിൽ നമ്മുടെ ഈ ഗാലക്സി, എൻ്റെ പേരെന്തോ പറയാറുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. നമ്മൾ ഈ നവഗ്രഹങ്ങളുള്ള ഭൂമിയും ചന്ദ്രനുമൊക്കെ ഉള്ള സൂര്യനൊക്കെ ഉള്ള ഈ ഗാലക്സി, ഇതിനകത്ത് ഈ ഒരു ഗാലക്സിയിൽ കോടാനുകോടി ബില്യൺ കണക്കിന് ഗ്രഹങ്ങളുണ്ട്, സ്റ്റാർസ് ഉണ്ട്. അങ്ങനെയെങ്കിൽ അതുപോലെ സയൻസ് പറയുന്നത് അതുപോലെ കോടാനുകോടി ബില്യൺ കണക്കിന് ഈ ഗാലക്സികൾ ഈ അന്തരീക്ഷത്തിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട്. ഇത്ര വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം, അതൊരു വെറും ഉണ്ണിയേശുവായിട്ടല്ല, ആ വലിയ ദൈവം, ബിഗ് ജൈജാൻറ്റിക് ഗോഡ്, അതിന്ന് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. അപ്പം ഞാൻ ആ സഹോദരിയോട് പ്രാർത്ഥിക്കാൻ സഹോദരിയോട് അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, ഇത്ര വലിയ ദൈവം എവിടെ വസിക്കുന്നത്? സ്വർഗത്തിലൊന്നുമല്ല, നമ്മുടെ ഉള്ളിലാണ്. പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമ്മുടെ കർത്താവ് വലിയവനാവും, ഇതിലും വലിയത് ചെയ്യും. പിന്നെ ആ കൊച്ചങ്ങനെ വിഷം തീണ്ടി മരിക്കാനുള്ളതല്ല. അപ്പോൾ ഈ സഹോദരിയുടെ വിശ്വാസം എങ്ങനെയാണോ അതുപോലെ വിശ്വാസം വലിയതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലത്തെ വലിയ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എൻ്റെ ക്രിയാറ്റിൻ ആ അബ്നോർമൽ ലെവലിലോട്ട് പോയി എങ്കിലും എൻ്റെ പ്രാർത്ഥന, എൻ്റെ കുടുംബത്തിൻ്റെയും പ്രാർത്ഥന, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം ചെവിക്കൊണ്ട് അത്ഭുതമായി ഇന്നും ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ എത്ര മാസമെന്ന് ഞാൻ എണ്ണിയില്ല, എത്രയാണെങ്കിലും ഞാൻ ഇന്ന് 1-2 പോയിൻ്റെങ്കിലും കുറഞ്ഞു, സ്തോത്രം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇത് ഏറ്റവും നോർമലിലോട്ട് ഞാൻ വരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് ഞാനെല്ലാം മഹത്വം കൊടുക്കും. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ കഴിയാത്തതായ ഒന്നും ഈ ലോകത്തില്ല. അതിനാണ് ഞാൻ വചനത്തിൽ ഒരു ചെറിയൊരു മാറ്റം ഞാൻ പറയുന്നത് വെച്ചാൽ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ മറ്റൊരു നാമത്തിലും മറ്റൊരു ഡോക്ടറിലോ ഒരു മെഡിക്കൽ കോളേജുകളോ ഒന്നുമില്ല. യേശുവിൻ്റെ നാമത്തിന് മുന്നിൽ ഇതെല്ലാം സമനിലമായിട്ട് കിടക്കും. അവിടെ സെരുബാബേലിനോട് പറഞ്ഞതുപോലെ നിൻ്റെ മുന്നിൽ നിൽക്കുന്ന പർവ്വതമേ സമതലമാകുവിൻ, സ്തോത്രം. എൻ്റെ മുമ്പിൽ നിൽക്കുന്ന എല്ലാ കുന്നുകളും ഇടിഞ്ഞു താഴും, സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ തടസ്സമായിട്ട് നിൽക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇടിഞ്ഞു താഴും. ഞാൻ വിശ്വസിക്കുന്നു യേശുവിൻ്റെ നാമത്തിലുള്ള പ്രാർത്ഥന അത് ഏറ്റവും അനുഗ്രഹമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ഇതിൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതാണ് കേട്ടോ യേശുവിൻ്റെ രക്തം. ഞാൻ ഒരു പൊട്ടത്തരം എല്ലാ ദിവസവും രാവിലെ ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ വെളുപ്പിൽ 2 മണിക്ക്, ഞങ്ങൾ 2 മണിക്ക് കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഒരു കുപ്പിയിൽ ഒരല്പം വെള്ളം എഴുതിയാൽ, അപ്പോൾ യേശുവിൻ്റെ പത്രോസ് എഴുതിയിരിക്കുന്ന ലേഖനത്തിലുള്ളൊരു വാക്യം, യേശുവിൻ്റെ അടിപ്പിണരുകളിൽ നിന്നൊഴുകിയ ആ രക്തം നമ്മളെ മുഴുവൻ പേർക്കും വേണ്ടിയുള്ളതാണ്. എത്ര കോടി ജനങ്ങളുണ്ടോ അവർക്ക് മുഴുവൻ പേർക്കും വേണ്ടിയാണ് അത്. അപ്പോൾ ഇത് നമ്മുടെ രക്തത്തിലോട്ട് ഇത് നമ്മൾ കലർത്തണം. അപ്പോൾ അത് വിശ്വാസത്തിൽ നമ്മൾ ഇനിയിപ്പോൾ യേശുവിൻ്റെ രക്തം കാൽവരിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പത്രോസ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ രക്തത്തുള്ളികളിൽ ഇന്നും ജീവനുണ്ട്, സ്തോത്രം, ഹല്ലേലൂയ. 2500 വർഷം 2025 വർഷമായെങ്കിലും ആ രക്തത്തുള്ളികളിലുള്ള ജീവൻ ഇന്നും തീർന്നു പോയിട്ടില്ല.
അത് കാൽവറിയിൽ മാത്രമല്ല, അല്ലെങ്കിൽ യെരുശലേമിലോ ഗോൽഗോത്തയിലോ മാത്രമല്ല, വചനത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്നവരുടെ എല്ലാം ഉള്ളിലേക്ക് ആ രക്തത്തിൻ്റെ വിടുതൽ വന്നു ചേരും. അപ്പോൾ ഞാനത് വിശ്വസിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഒരു ഡോക്ടറോട് ഞങ്ങളോട് പറഞ്ഞാൽ ഇനി രക്ഷയില്ല, എല്ലാം പോയി, 2 കിഡ്നിയും പോയി, ഇനി ജീവിക്കാൻ യാതൊരു കാര്യമില്ല, ഇനി മരുന്നിൽ ആശ്രയിക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോഴും ഞാൻ ഈ 9.4 ആയിരിക്കുന്ന അവസ്ഥയിലും ഞങ്ങളിന്ന് സന്തോഷത്തോടു കൂടി തന്നെ ജീവിക്കുന്നത്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഞാനിപ്പോഴും യൂട്യൂബ് ചാനൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. വചനം പറയാം, വചനം മറ്റൊന്നിനുമല്ല, എനിക്ക് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയല്ല, ആര് കണ്ടാലും ഇല്ലെങ്കിലും ഒരാളെങ്കിലും ഇതിലൊന്ന് വിശ്വസിക്കണം. എനിക്ക് അത്രയേ ഉള്ളൂ, ഒരാളെങ്കിലും. ഞാൻ പറയുന്നത് ആ വിശ്വസിക്കുന്നവരുടെ മേൽ മാത്രം വ്യാപരിക്കുന്ന ഈ യേശുവിൻ്റെ രക്തം, അല്ലാതെ കളിയാക്കുന്നവർക്കല്ല, ഈ യേശുവിൻ്റെ രക്തത്തിൽ വിശ്വസിക്കുന്നവർ, അവരുടെ ജീവിതത്തിലേക്ക് വലിയ അത്ഭുതങ്ങൾ വരിക തന്നെയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ നേരിട്ട് കാണേണ്ടവർ, ഞാൻ കാണും. ഞാനൊരിക്കൽ യൂട്യൂബ് ഈ ചാനൽ, എൻ്റെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് കാണും, എൻ്റെ കണ്ണ് കാണും, കാഴ്ച കിട്ടും. ഞാൻ എല്ലാവരുടെയും മുമ്പിലും ഞാൻ എപ്പോഴും പറയാനുള്ള പോലെ ആക്സ് 1:8, ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞ് ലോകത്തിനറ്റത്തോളം ഞാൻ യേശുവിൻ്റെ സാക്ഷ്യമാവും. എന്ന് വെച്ചാൽ ഇത് തന്നെ ഏറ്റവും വലിയ സാക്ഷ്യം. ഞാൻ ഇന്ന് ജീവനോട് ഇരിക്കേണ്ട ആളല്ല. ഇപ്പം എൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഇതിനുള്ള കൃപ തന്നിട്ടുണ്ടെങ്കിൽ, എനിക്കറിയാം ഞാൻ ഈ പറയുന്ന കാര്യം ആയിരങ്ങളുടെ മുമ്പിൽ വെച്ച് എനിക്ക് വിളിച്ചു പറയാനായിട്ടുള്ള ഒരു അവസരം ദൈവം തരും. പരിശുദ്ധാത്മാവ് അതിനുള്ള കൃപ തരും. ഞാനത് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ രക്തം ഒഴുക്കിയത് അത് വെറുതെ ആവില്ല, എൻ്റെ സൗഖ്യത്തിന് വേണ്ടിയുള്ള. അതിന് ഒരു മരുന്നിലും ഞാൻ ആശ്രയിക്കുന്നില്ല. ആ ഒരു ആദ്യം വെള്ളത്തിൽ നിന്നാണ് നമ്മുടെ യേശു, ആ ദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായിട്ട് വന്നപ്പോൾ ആർക്കും വേണ്ടാത്ത തള്ളിക്കളഞ്ഞ 3-4 പാത്രങ്ങളും എടുത്ത്, ആർക്കും വേണ്ടാത്ത വെറും വെള്ളവും എടുത്ത്, അതിലൂടെയാണ് ഒരു കാനാവിലെ ഒരു വീട്ടിലെ നിന്നയകറ്റാനായിട്ട് അവൻ ഉപയോഗിച്ചത്. ആ കാനാവിലെ കല്യാണത്തിന് വീഞ്ഞു തീർന്നു പോയപ്പോൾ ആ യേശു ആ കിണറ്റിൽ കിടക്കുന്ന വെള്ളം കൊണ്ട് ശിഷ്യന്മാരെ കൊണ്ട് എടുപ്പിച്ചു. ആ 6 കൽപ്പാത്രങ്ങളിൽ നിറച്ചു. അപ്പോൾ ആ 6 കൽപ്പാത്രങ്ങൾ എത്രയോ നാളായിട്ട് അതിൻ്റെ പുറത്ത് കിടക്കുന്നതാണ്, ആരും കണ്ടിട്ടില്ല. തകർന്ന് മറ്റേ കണ്ണുപോയി, ചെവി പോയി, വക്ക് പൊടിഞ്ഞ് ഒക്കെ കിടക്കുന്ന പാത്രങ്ങളാണ്. അതിൻ്റെ കൂടെ കുശവനുണ്ടാക്കിയ ചില മാന്യപാത്രങ്ങൾ ഹേരോദാവിൻ്റെ കൊട്ടാരത്തിലിരിപ്പുണ്ട്. അപ്പോഴും ഈ പാത്രങ്ങൾ നിന്ദിക്കപ്പെട്ട പാത്രങ്ങളാണ്, വക്ക് പോയതും വികലാംഗരും ഒക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ. അപ്പോൾ ആ ദൈവം അതുവഴി നടന്നു വന്നു. ഹല്ലേലൂയ. ആ ദൈവം അതുവഴി നടന്നു വന്ന് ആദ്യം കണ്ടത് ആ വക്ക് പോയതിനെയും ചളങ്ങിയതിനെയും. അതിനെ കണ്ട് ആ വിരുന്ന് വഴിയോട് ആ വീട്ടിലുള്ളവരോട് പറഞ്ഞു, ചില ശിഷ്യന്മാരോടാണ് പറഞ്ഞത്, നിങ്ങൾ ആ പുറത്ത് കിടക്കുന്ന തള്ളിക്കളഞ്ഞിരിക്കുന്ന ആ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വാ, അതിൽ വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. വിരുന്ന് വഴി പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ പോലെ ഇവൻ്റ് മാനേജ്മെൻറ്റ്. പുള്ളി പറഞ്ഞത്, ഇത്രയും നല്ല മണവാളനെ വിളിച്ചിട്ട് ചോദിച്ചു, ഇത്രയും നല്ല വീഞ്ഞ് നീ എവിടെ ഒളിച്ചു വെച്ചത്? അപ്പോൾ അത്ര മനോഹരമായിട്ട് ദൈവം വെറും വെള്ളത്തിൽ നിന്ന് അപ്പോൾ പറഞ്ഞ് സൃഷ്ടിച്ച, അത് വിശ്വസിക്കുന്നവന്മേൽ വ്യാപരിക്കുന്ന ആ രക്തം, സ്തോത്രം, അത് ജീവൻ്റെ രക്തമാണ്. അതിൽ വിശ്വസിക്കുന്നവർക്ക് അത്ഭുതമാണ്. ഹല്ലേലൂയ. ഇത് അത്ഭുത സാക്ഷ്യമായിട്ട് തന്നെ പറയാം. അതാണ് ഞാനും എപ്പോഴും പറയാം, ഞാനും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിറഞ്ഞിട്ട് ലോകത്തിനറ്റത്തോളം ഞാനും പോകും. ഹല്ലേലൂയ. ഒരു പാസ്പോർട്ടോ ഒരു വിസയോ ഒന്നുമില്ലാതെ കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഫിലിപ്പോസിനെ ഗസയിൽ നിന്നെടുത്ത് യൂറോപ്പിലോട്ട് അസ്തോത്തിലോട്ട് കൊണ്ടുപോയെങ്കിൽ ആ പരിശുദ്ധാത്മാവ് തന്നെ ഇന്നുള്ളൂ, ഇതിന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ആ ദൈവം തന്നെ ഇന്നുള്ളൂ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ജീസസ് ക്രൈസ്റ്റ്. അല്ലെങ്കിൽ വചനത്തിന് അസാധ്യമായ ഒരു കാര്യമില്ല. വചനം യേശുവാണ്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും വചനം പറയുന്നു. സ്തോത്രം. അങ്ങനെയെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും, നിങ്ങളുടെയും ജീവിതത്തിൽ ഇതിലും വലിയ അത്ഭുതങ്ങൾ നിങ്ങളത് പറയാൻ തയ്യാറാണെങ്കിൽ പറയണം. ദൈവത്തിൻ്റെ നാമമഹത്വത്തിനായിട്ട് അത്ഭുത സാക്ഷ്യങ്ങളുണ്ടാവും. അത് കർത്താവ് ചെയ്തു തരും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. വലിയ അത്ഭുത സാക്ഷ്യങ്ങളുണ്ടാകട്ടെ. ഞാനത് കേൾക്കും, നമ്മൾ നേരിട്ട് കാണും. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, അത്ഭുതമാക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.